പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് യുവകബി. ഞാൻ ആഷിഖ് ജോയ്. എല്ലാവരുടെയും നോമ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു. നമ്മൾ നോമ്പെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പലപ്പോഴും പണ്ടൊക്കെ ഞാൻ നോമ്പെടുക്കുമ്പോൾ കിട്ടുന്ന ചാൻസിൽ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കും. കാരണം അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഈ മരണശേഷമുള്ള ജീവിതം എങ്ങനെയാണ്, എന്തുകൊണ്ട് ആൾക്കാർ നരകത്തിലെ സ്ഥലത്തൊക്കെ പോകുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in caelo et in terra. Panem nostrum quotidianum te nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris. Et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. എപ്പോഴൊക്കെയാണ് ഉപവസിക്കേണ്ടത്? ഫാസ്റ്റിംഗ്. ലാറ്റിൻ റീത്തിൽ സഭ പറയുന്നത് ഇപ്രകാരമാണ്: ഫാസ്റ്റ് ചെയ്യേണ്ടത് ആഷ് വെനസ്ഡേയും ഗുഡ് ഫ്രൈഡേയും, കാരബുധനിലും അതുപോലെ ദുഃഖവെള്ളിക്കുമാണ് ഫാസ്റ്റിംഗ് എടുക്കേണ്ടത്. ഒരു മെയിൻ മീലും 2 സ്മോൾ മീൽസും. പക്ഷെ ആ 2 ചെറിയ മീൽസ് ഈ മെയിൻ മീലിനേക്കാളും കൂടുതലാവാൻ പാടില്ല എന്നാണ്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഫാസ്റ്റിംഗ് വേണമെന്ന് പറയുന്നില്ല. മറ്റൊന്ന് വർജിക്കേണ്ടത് ആബ്സ്റ്റിനൻസ്. വർജിക്കേണ്ട വസ്തുക്കൾ, മീറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല. മുട്ട കഴിക്കാം, മീൻ കഴിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ഉപവസിക്കേണ്ടത് 18 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഉപവസിക്കേണ്ടത്. ആരൊക്കെയാണ് ഭക്ഷണം വർജിക്കേണ്ടവർ? 14 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഭക്ഷണം വർജിക്കേണ്ടത്. വർജിക്കുന്നതിലോട്ട് വരുമ്പോൾ ഫ്രൈഡേസിലാണ് ഈ മാംസവും മറ്റ് മീറ്റ്സൊക്കെ ഉപേക്ഷിക്കേണ്ടത്. ദിവസങ്ങളിൽ കഴിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം. എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും സ്വർഗത്തിൽ പോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ പറയുന്നുണ്ടല്ലോ, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം, പെസഹ നാളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുന്ന പോലെ ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ഒന്നും ചെയ്യാത്ത ആളാണ് നീയെങ്കിൽ നീ ഇതെങ്കിലും ഒന്ന് ചെയ്യടേ എന്ന് പറയണതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഫ്രൈഡേസിൽ മീറ്റ് കഴിക്കരുത് എന്ന് ഓൾറെഡി ഒരു നിയമം ഉള്ളതാണ്. അത് നോമ്പ് കാലത്ത് മാത്രമല്ല, ആ വർഷം മുഴുവൻ അങ്ങനെയാണ്. എല്ലാ വർഷവും എല്ലാ ഫ്രൈഡേസിലും കഴിക്കരുത്. അപ്പോൾ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഫ്രൈഡേ കഴിക്കരുത് എന്ന് പറയുന്നതിലൊരു കാര്യമില്ലല്ലോ. അതായത് ആത്മീയ കാര്യങ്ങൾ നമ്മളുടെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എല്ലാം നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിന് പുറത്തായിരിക്കണം. എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഫാദർ-ഇൻ-ലോ വെള്ളം മാത്രം കുടിച്ചാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസവും വെള്ളം മാത്രം കുടിച്ചാണ് ഫാസ്റ്റിങ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇത് ഫാസ്റ്റ് ചെയ്യണം? ഞാൻ മനസ്സിലാക്കിയതായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 36-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് വിശുദ്ധ ഫൗസ്റ്റീന ഒരിക്കൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഈശോയുടെ ജഡ്ജ്മെൻറ്റ് സീറ്റിന് മുമ്പിലാണ് ഫൗസ്റ്റീന നിൽക്കുന്നത്. ആ സമയത്ത് ഈശോയുടെ എല്ലാ മുറിവുകളും അപ്രത്യക്ഷമായി പഞ്ചക്ഷതങ്ങൾ മാത്രം ആണ് കാണപ്പെടുന്നത്. ഫൗസ്റ്റീന പറയുകയാണ്, ദൈവം എങ്ങനെയാണോ ഒരാത്മാവിനെ കാണുന്നത് അതേപോലെ ഫൗസ്റ്റീനയ്ക്ക് തൻ്റെ ആത്മാവിനെ കാണാൻ സാധിച്ചു. കുഞ്ഞു കാര്യങ്ങൾ പോലും ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് ദൈവം എടുക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് ഫൗസ്റ്റീന പറയുകയാണ്. ഉടനെ ഈശോ ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? ഫൗസ്റ്റീന പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസിയാണ്. എന്നിട്ട് ഈശോ ഉടനെ പറയുകയാണ്, യു ആർ ഗിൽറ്റി ഓഫ് 1 ഡേ ഓഫ് ഫയർ ഇൻ പെർഗിട്രി. നീ ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ദിവസം കിടക്കാൻ നീ യോഗ്യയാണ്, അല്ലെങ്കിൽ നീ ഗിൽറ്റിയാണ് എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈശോ പറയുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. വിശുദ്ധ ഫൗസ്റ്റീന, മാലാഖമാരും ഈ മാതാവും ഈശോയൊക്കെ പ്രത്യക്ഷപ്പെട്ട് കരുണയുടെ ജപമാല നമുക്ക് തന്ന വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, നീ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ യോഗ്യയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം? നിനക്ക് ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കണമോ, അതോ തിരിച്ച് ഭൂമിയിൽ പോയി കുറച്ച് കാലത്തേക്ക് ഭൂമിയിൽ സഹിക്കണമോ? ഫൗസ്റ്റീന പറയുകയാണ്, എനിക്ക് രണ്ടും വേണം. ഈശോ പറയുന്നു, വേണ്ട, ഒരെണ്ണം മതി. നീ തിരിച്ച് ഭൂമിയിൽ പോയി കുറച്ച് കാലം നീ സഹിക്കും എന്ന് ഈശോ ഫൗസ്റ്റീനയോട് പറയുകയാണ്.
പിന്നീട് ഡയറി 58 ഫൗസ്റ്റീന പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഫൗസ്റ്റീനയ്ക്ക് അറിയുന്ന ഒരു സിസ്റ്റർ മരിച്ചു. 2 മാസമായി മരിച്ചിട്ട്. പെട്ടെന്നൊരു ദിവസം ഫൗസ്റ്റീനയുടെ മുമ്പിൽ ഈ സിസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. വളരെയധികം വേദന തോന്നിക്കുന്ന മുഖം, തീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഫൗസ്റ്റീന വളരെയധികം സങ്കടപ്പെട്ടു. കാരണം കണ്ടിട്ട് നരകത്തിലാണ് ഈ സിസ്റ്റർ ഉള്ളത് എന്നാണ് തോന്നുന്നത്. കാരണം അത്രമാത്രം ഭയാനകമായിരുന്നു അവരുടെ മുഖത്തുള്ള പെയിന്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണോ നരകത്തിലാണോ എന്ന് അറിയില്ല. കാരണം നരകത്തിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ഈ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഈ കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫൗസ്റ്റീന കാണുന്നത് ഈ കന്യാസ്ത്രീയുടെ സ്ഥിതി വീണ്ടും വളരെ മോശകരമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഫൗസ്റ്റീന ചോദിച്ചു, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റേഴ്സൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, 2 മാസമായിട്ടല്ലേ ഉള്ളൂ നീ മരിച്ചിട്ട്. അപ്പോൾ ഇതൊന്നും നിനക്ക് കിട്ടുന്നില്ല, ഈ പ്രാർത്ഥനയൊന്നും നിനക്ക് കിട്ടുന്നില്ലേ? കാരണം ശുദ്ധീകരണ സ്ഥലത്ത് ഉള്ള ആത്മാവിൻ്റെ പ്രത്യേകത ഒരു ദിവസം ഉള്ള ആത്മാവിൻ്റെ അവസ്ഥയല്ല, അടുത്ത ദിവസം അത് പ്യൂരിഫൈഡ് ആവുകയാണ്. അടുത്ത ദിവസം വീണ്ടും വീണ്ടും ഇങ്ങനെ പ്യൂരിഫൈ ആയി പോകുകയാണ്. പക്ഷേ ഈ സിസ്റ്ററിൻ്റെ സ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും മോശമായിട്ടാണ് വരുന്നത്. അവൾ ചോദിച്ചു, ഫൗസ്റ്റീന, നമ്മുടെ ഒന്നും പ്രാർത്ഥന എനിക്ക് ലഭിക്കുന്നില്ലേ? അപ്പോൾ ഈ സിസ്റ്റർ മറുപടി പറഞ്ഞത്, ഇല്ല, എനിക്ക് ലഭിക്കുന്നില്ല, ഇത് മറ്റ് പാവപ്പെട്ട ആത്മാക്കൾക്കാണ് ലഭിക്കുന്നത് എന്ന്. അപ്പോൾ ഫൗസ്റ്റീന പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയും നിന്നെ ഉപകരിക്കുന്നില്ലെങ്കിൽ, നിനക്ക് ഉപകാരമാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത്, കാരണം അത് കാണുമ്പോൾ പേടിയാവുന്നു. അത് പറഞ്ഞ് ഉടനെ ഈ ആത്മാവ് അപ്രത്യക്ഷമായി. പക്ഷെ ഫൗസ്റ്റീന പ്രാർത്ഥന തുടർന്നു. വീണ്ടും അതേ രാത്രി ഈ ഫൗസ്റ്റീനയ്ക്ക് ഈ സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നു. ഈ സമയത്ത് ഈ സിസ്റ്ററിൻ്റെ മുഖമൊക്കെ അല്പം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഉടനെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും റിലീസ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തന്നെ അവസ്ഥ, 2 ഫൗസ്റ്റീനയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സിസ്റ്ററിൻ്റെ അവസ്ഥ. നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മളൊക്കെ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ എന്തുമാത്രം പാവങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കോൺവെൻറ്റിലെ സിസ്റ്റർമാർ ചെയ്യുന്ന പാവങ്ങൾ വിശുദ്ധ ഫുൾട്ടൻ ചേച്ചിയും പറഞ്ഞിട്ടുള്ളത്, കന്യാസ്ത്രീയമായിട്ട് കുമ്പസാരം കേൾക്കുന്നത് പോപ്കോൺ കൊണ്ട് ഒരാൾ എറിഞ്ഞ് കൊല്ലുന്നത് പോലെയാണതാണ്. അത് അത്രമാത്രം ലൈറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കന്യാസ്ത്രീയുടെ കാര്യം നമുക്ക് അവിടെ നിർത്താം. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കാര്യം, ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാമെന്ന് പറഞ്ഞാൽ വിശുദ്ധരൊക്കെ പറയണത്, ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തിൽ തീയിൽ കിടക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആദത്തിൻ്റെ കാലം മുതൽ ഈശോയുടെ 2ാം വരവ് വരെ ഭൂമിയിലെ തീയിൽ കഴിയുന്നതാണ് എന്നാണ് വിശുദ്ധർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞ് നമ്മളതൊരിക്കലും ലഘൂകരിക്കേണ്ട. അപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീന ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ ഗിൽറ്റി ആണെങ്കിൽ നമ്മൾ എത്ര കാലം കിടക്കേണ്ടി വരും? നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ദൈവം കണക്ക് ചോദിക്കും. പ്രത്യേകിച്ച് കൂടുതൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു കുഞ്ഞു കാര്യത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ മേഖലയിൽ നമ്മൾ തിരുത്തണം, അതിനെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തുൻ മൊളിയരിബൂസ് എ ബെനഡിക്ടൂസ് ഫ്രുക്തുസ് വെൻട്രീസു യേസൂസ് സാങ്ക്താ മരിയ മാതർ ദൈ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നുങ്കെ തിന്നോരാ മോർത്തിസ് നോസ്ത്രേ. ആമേൻ. വിവാ ക്രിസ്തോറെ.